നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 113 നമ്മൾ പറഞ്ഞ വിഷയം അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഔദാര്യവും അള്ളാഹുവിൻ്റെ കരുണയും താങ്കളിലില്ലായിരുന്നുവെങ്കിൽ, റസൂലിലില്ലായിരുന്നുവെങ്കിൽ താങ്കളെ തന്നെയും അവരിലൊരു വിഭാഗം വഴികേടിലേക്ക് വലിച്ചു കൊണ്ടുപോയിരുന്നു എന്നാണ്. താങ്കളെ തന്നെ കൊണ്ടുപോകും. അപ്പം നമ്മുടെയൊക്കെ കാര്യം അവിടെ വെച്ച് പറയണം. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു വലിയ ആശയമുണ്ട്. റസൂലിനെ പോലും വലിച്ചു കൊണ്ടുപോകാൻ അവർ നോക്കുന്നുണ്ട് എന്നാണ്. 3 കാര്യങ്ങളാണ് ഔദാര്യമായിട്ട് പറഞ്ഞത്. അത് 1 കരുണ, അള്ളാഹുവിൻ്റെ കാരുണ്യം. 2 അള്ളാഹുവിൻ്റെ കിതാബ്, ഹിക്മത്ത്, പുതിയ അറിവുകൾ. കിതാബ്, അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിനാണ് ഇപ്പോൾ എവിടെ ഹിക്മത്ത് എന്ന് പറയാം. പിന്നെ അതിൽ നിന്ന് രണ്ടുണ്ടാവുന്ന പുതിയ അറിവുകൾ. ഇതാണ് ഈ അള്ളാഹു റസൂലിന് കൊടുത്ത ഈ കാരുണ്യം, നമുക്ക് തന്ന കാരുണ്യം അത് തന്നെയാണ്. ഏതൊക്കെ കാര്യങ്ങളാണോ റസൂലിനെ വഴികേടിലാവുന്നതിൽ നിന്ന് രക്ഷിച്ചത്, അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെയും രക്ഷിക്കുക. അതായത് ഖുർആനും സുന്നത്തും, അതായത് നബിചര്യയും, അത് രണ്ടിൽ നിന്നുണ്ടാകുന്ന പുതിയ അറിവുകളും അത് തന്നെയാണ് നമ്മളെയും രക്ഷിക്കാനുണ്ടാവുക. ഇനി നമ്മളിതിന് ഈ വിഷയം പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിരുന്നു. ഒരു പടയങ്കി മോഷ്ടിച്ച ഒരു ചങ്ങാതിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നില്ലേ. തുഅമത്ത് ബിൻ ഉബൈരിക്ക് എന്ന് പറയുന്ന ബദറിലല്ലാത്ത പല യുദ്ധങ്ങളിലും പങ്കെടുത്ത സഹാബിയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. വെറും ചില്ലറക്കാരനൊന്നല്ല. അദ്ദേഹമാണ് ഈ സംഭവത്തിലൊക്കെ പെട്ടുപോയിട്ട് പിന്നെ മുനാഫിക്കായിട്ട് പോയിട്ടുള്ള ആൾ. ആ ഒരു പശ്ചാത്തലമുണ്ട് ഇവിടെ. നീതിക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിം ഉമ്മത്തും അവിടെ അവർ സഹാബിയാണോ, യുദ്ധത്തിൽ പങ്കെടുത്തുണ്ടോ, വലിയൊരു ഗോത്രത്തിൻ്റെ പിന്തുണ ഉണ്ടോ, ആ വക കാര്യമൊന്നും നോക്കിയില്ല. നോക്കാൻ അള്ളാഹു സമ്മതിച്ചില്ല. നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ പറഞ്ഞു. ആ നീതി യഹൂദന് അനുകൂലമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയണത്. അപ്പം അതിനു വേണ്ടി അവർ ധാരാളം ഗൂഢാലോചനകളൊക്കെ, ഒത്തുകൂടലൊക്കെ ഉണ്ടായി. അതായത് റസൂലിനെ അറിയിപ്പിക്കാതെ പല സമ്മേളനങ്ങളും ഒക്കെ ഉണ്ടായി. അതിനെക്കുറിച്ച് പറയാം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ ആ ഒത്തുകൂടലുകളിലൊന്നും ഖൈറ് ഉണ്ടായിരുന്നേ ഇല്ല. അതിനിപ്പോൾ ആര് വേടിയാലും എന്തിൽ നിന്നെങ്കിലും വിഘടിച്ച് നിൽക്കാൻ വേണ്ടി ആര് ഗ്രൂപ്പായിട്ട് കയറുമ്പോഴും മിക്കവാറും അതിൽ ഖൈറ് ഉണ്ടാവുകയില്ല. ഖൈറ് ഉണ്ടാകുക എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇല്ലാമൻ അമറ ബി സദഖത്തിൻ, അത് സദഖ കൊണ്ട് പ്രേരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം. അങ്ങനെ ഉണ്ട്. കാരണം ചില ചാരിറ്റി ചെയ്യാനൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ മുതലാളിമാരെ ചിലപ്പോൾ പോയി കാണേണ്ടി വരും. അയാൾ ചിലപ്പോൾ പരസ്യമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാവില്ല. അപ്പോൾ അയാളോട് കാര്യങ്ങൾ പറയേണ്ടി വരും മെല്ലെ. അല്ലെങ്കിൽ ചിലപ്പോൾ പുഷ്കന്മാരായിരിക്കും, അയാളെ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിനോ ചെറിയ കൂട്ടത്തിനോ ഒക്കെ കൂടുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. അതായത് നല്ല കാര്യങ്ങൾ സദഖക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മഅറൂഫിൻ, അല്ലെങ്കിൽ മഅറൂഫായ കാര്യങ്ങൾ, ഇപ്പോൾ മദ്യനിരോധനം, മറ്റേ ലഹരിക്ക് വിരുദ്ധമായിട്ട്, പലിശക്കെതിരെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെ പ്രവർത്തനങ്ങളൊക്കെ വെപ്പിക്കുമ്പോൾ ചിലപ്പോൾ പലരെയും കാണേണ്ടി വരും. ചില രഹസ്യ സംഭാഷണങ്ങൾ വേണ്ടി വരും. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ ഇസ്ലാഹിം ബൈനന്നാസ്, നാസുകളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ. അതായത് തല്ലുകൂടുന്ന ആളുകളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കണമെങ്കിൽ അവരെ ചിലവരെ പ്രത്യേകം പോയി കാണുകയും അതിനു വേണ്ടി ചില നുണകൾ പറയുന്നത് വരെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനു വേണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ചെന്നാൽ അയാൾ ചിലപ്പോൾ ഒരു 5000 കുറ്റാവും ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുക. നമ്മൾ ഇവിടെ വന്നിട്ട് ഇയാളോട് ഇതൊക്കെ പറഞ്ഞ് എന്താ ഉണ്ടാകുക? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ ചോദിച്ചാൽ, അയാൾ നിങ്ങളെ കുറിച്ച് വളരെ നന്നായി സംസാരിച്ചു, വളരെ മനോഹരമായിട്ടാണ് സംസാരിച്ചത്. നമുക്ക് പലപ്പോഴും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ചിലവരെ കാണാൻ പോകുമ്പോൾ അവർ വരെ അങ്ങനെയാണ്, അയാളുടെ കുറ്റങ്ങളെ മുഴുവൻ പറയാം. നമുക്ക് ഇവിടെ വന്നിട്ട് ഇയാളോട് ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെറിയ നുണകളൊക്കെ നമ്മൾ പറയുന്നത് പോലും ഈ രഞ്ജിപ്പിന് വേണ്ടിയാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് റസൂലൊക്കെ പറഞ്ഞത്. വമൻ യഫ്അൽ ദാലിക, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അതിൻ്റെയൊക്കെ പല വിഷയങ്ങളുണ്ടായില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് പരലോകത്ത് ഗുണം കിട്ടില്ല. അത് ഇബ്തിഗാ മർളാത്തില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു ചെയ്യുമ്പോഴേ പരലോകത്തേക്ക് നീളൂ. അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ ഫലമൊക്കെ ഉണ്ടാവും. ഇവിടെ അതിന് ഫലങ്ങളും വീരൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് അതിന് ഫലമുണ്ടാവുകയില്ല. ഇനി ഇവിടെ ഫലമൊന്നും ഉണ്ടായില്ലെന്ന് തന്നെ വെക്കുക. ഇബ്തിഗാ മർളാത്തില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് ആ പണി ചെയ്തതെങ്കിൽ അതുകൊണ്ടാണ് അവിടെ ഫസൗഫ, പിന്നീട്
നുഅ്തിഹി അജ്റൻ അളീമ, അതിൻ്റെ ഗംഭീരമായ പ്രതിഫലം അവന് പിന്നീട് അള്ളാഹു പരലോകത്ത് നൽകുക തന്നെ ചെയ്യും. അതാണ് ആ വിഷയം. ഇനി പറയാം, വമൻ യുഷാഖിഖിർ റസൂല. ഇവിടെ ഈ പശ്ചാത്തലം ഉണ്ടിട്ടാ ഈ റസൂലിനോട് ഷാക്കിക്കായിട്ട് നിന്നിട്ടുള്ള വിഘടിച്ചു നിന്ന ഇത്. ആരെങ്കിലും റസൂലിനോട് വിഘടിച്ചു നിന്നാൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, ഹുദ അവന് വന്നതിന് ശേഷം വിഘടിച്ചു നിൽക്കുക. ഇത് റസൂലിനോട് യുദ്ധം ചെയ്യുക, റസൂല് ജീവിച്ചിരിക്കുമ്പോൾ റസൂലിന് എതിര് പ്രവർത്തിക്കുക, ഇത് മാത്രമല്ല, ഇത് വളരെ വിപുലമായ ആശയങ്ങളുള്ള ഒരു സംഭവമാണ്. ഇതിന്ന് ശരിക്ക് നമുക്ക് ഇത്തിബാഉ റസൂലിനെ ശരിക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. റസൂലിന് വിരുദ്ധമായി നിൽക്കുക, അവിടെയാണ് നമ്മളുടെ സമൂഹത്തിലെ പൊതുജീവിതം, നമ്മളുടെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങൾ റസൂല് കാണിച്ചു തന്നത് മതിയാവാതെ അതിന് അപ്പുറം പോവാം. ഇതിനാണ് നമ്മൾ ബിദ്അ എന്ന് പറയാം. ഇതിനാണ് നമ്മൾ ബിദ്അ എന്ന് പറയാം. അത് റസൂല് കാണിച്ചു തന്നത് പോരാ, അല്ലെങ്കിൽ അള്ളാഹു പോരാ, അള്ളാഹു പറഞ്ഞയച്ച റസൂല് കാണിച്ചു തന്നത് പോരാ, വേറെയും കുറേയും കൂടി വേണം എന്ന് പറയുന്ന ഒരു സംഭവം. അതിൽ നിന്നാണ് മറ്റുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരിക. ഇപ്പൊ റസൂൽ ഒരു കാര്യം, അള്ളാഹു ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു, റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചു, അതൊന്നും വേണ്ടത്ര അങ്ങ് പോരെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ വേറെ പല സാധനങ്ങളും കടത്തിക്കൂട്ടി വരുന്നത്. ഇപ്പോൾ മുഅവ്വിദത്തൈനി നമുക്ക് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, അത് പോരാ. നമ്മൾ ഒരു മന്ത്രവാദിയുടെ അല്ലെങ്കിൽ ഒരു ഷെയ്ഖിൻ്റെയോ ഒരു തരീക്കത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറേം കൂടി മന്ത്രങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ വമൻ യുഷാക്കിക്കിൽ റസൂലായി, അതായത് റസൂലിന് നിന്ന് വിഘടിച്ചു നിൽക്കലാണ്. ഏതൊരു കാര്യത്തിലും റസൂൽ എന്താണോ അതിന് പരിഹാരം പറഞ്ഞത് അതിൽ നിൽക്കാതെ അപ്പുറത്തേക്ക് പോകുന്നത് യുഷാക്കിക്കിൽ റസൂലാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 99% ഈ യുഷാക്കിക്ക് റസൂലാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. റസൂല് പറഞ്ഞു കൊടുത്ത് വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ യുഷാക്കിക്ക് റസൂല. അതാണ് ഇന്നലെ ഞാൻ ഖുത്ബയിൽ പറയുമ്പോൾ നമുക്ക് പോരെന്ന് പറയുന്നത്. അതായത് ഇബ്രാഹിമി സ്വലാത്ത് നമുക്കങ്ങ് പോരാ. എന്ത് വേണം? സലാത്തുൽ ഫാത്തിഹ വേണം, നാരിയ സലാത്ത് വേണം. കാരണം നിരവധി ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്. അതെന്താ ചോദിച്ചാൽ റസൂലിനെ, അള്ളാഹുവിനെ നമുക്ക് പോരാ, റസൂലിനെയും നമുക്ക് പോരാ. നമ്മൾ വേറെ ചില സാധനങ്ങൾ ഇതിലേക്ക് വലിച്ചു കൊണ്ടിരുന്നു. ഒരു സാധനം, ഒരു ബിദ്അ ഇതിലേക്ക് വലിച്ചു കൊടുന്ന ഒരു സുന്നത്ത് തെറിച്ചു പോകുന്ന, നമ്മുടെ ഈ പൊട്ടത്തോക്കൽ കയറണ പോലെയാണ്. ഒരു കായപ്പുറത്ത് കൂടെ വന്നാൽ മറ്റൊന്ന് പോകും. അതായത് ഒരു ബിദ്അ ഈ സമൂഹത്തിലേക്ക് കയറി വന്നാൽ ഒരു സുന്നത്ത് പുറത്തു പോകും. അങ്ങനെ വന്നിട്ട് ബിദ്അകൾ മാത്രം നിറയുകയും സുന്നത്ത് ഒക്കെ പോവുകയും ചെയ്ത ഒരു ദീന ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഈ ദീനാണ് ഇപ്പോൾ നമ്മൾ യഥാർത്ഥ ദീനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കണത്. ആ ദീനുമായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഈ യുഷാക്കിക്ക് റസൂല് സംഭവിക്കുകയാണ്. അങ്ങനെ യുഷാക്കിക്ക് റസൂലായാൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, അവന് ഈ ഹുദ വ്യക്തമായതിനു ശേഷം, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹുദ കൃത്യമായി വ്യക്തമായതിൻ്റെ വിഷയമല്ല, ഇത് സമൂഹത്തിന് മുഴുവൻ ലോകത്തിനും ഈ ഹുദ വ്യക്തമായതിനു ശേഷം, ഈ ഹുദ വ്യക്തമായി ഇവിടെ നിൽക്കുക. ഖുർആനും ഈ ഹദീസുകളും റസൂലിൻ്റെ ചര്യകളും ഒക്കെ ഒന്നും നഷ്ടപ്പെടാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് ഇത്ര ക്ലിയറായിട്ട് ഇവിടെ നിന്നിട്ടും നമ്മളത് തേടി പിടിക്കില്ല എന്നുള്ളത് നമ്മുടെ വിഷയമാണ്, അത് അതിൻ്റെ വിഷയമല്ല. അപ്പം അതിവിടെ വ്യക്തമായി നിന്നിട്ടും ഈ യുഷാക്കിക്ക് റസൂൽ അല്ലാത്തവരിൽ നിന്ന് നമ്മൾ ദീൻ തേടുന്നുവെങ്കിൽ, എന്നിട്ട് വയത്തബി ഗൈറ സബീലിൽ മൂമിനീൻ, അതാണ് കണ്ട മൂമിനീങ്ങളുടേതല്ലാത്ത വഴി. ഏതാണ് ആ വഴി? ഇപ്പം നമ്മൾ മൂമിനീങ്ങൾ എത്ര ഉണ്ട്? ഇവിടെയാണ് റസൂലിൻ്റെ ആ ഒരു വേറൊരു പാഠം. അതായത് യഹൂദികൾ 71 വിഭാഗമായി വേർപിരിയും, നസാറാക്കൾ 72 ഈ എൻ്റെ ഉമ്മത്ത് 73 അതിൽ ഒന്നല്ലാത്തതൊക്കെ നരകത്തിലാണ്. സഹാബാക്കൾ ചോദിച്ചു, ഏതാണ് ആ ഒന്ന്? ആ ഒന്ന് മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊന്നിലാണോ അതാണ് ആ ഒന്ന്. അതാ ഒന്ന്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾ മൂമിനീങ്ങളാണ്, ഞങ്ങളെ യഥാർത്ഥ മൂമിനീങ്ങളുള്ളൂ എന്ന് ഒരുവിധം എല്ലാ സംഘടനക്കാരും അവകാശപ്പെടും, ഇല്ലേ? എല്ലാ സംഘടനക്കാരും അവകാശപ്പെടും. ഇപ്പോഴും നമുക്ക് പോകാൻ പറ്റിയ ഒരേ ഒരു സംഭവമേ ഉള്ളൂ. അതായത് അന്നത്തെ മൂമിനീങ്ങൾ, അന്നത്തെ സംഘടന ഉണ്ട് ഈ കാര്യം പറയുമ്പോൾ
ഒരു സംഘടനയില്ല. റസൂലും ഈ സഹാബാക്കളും മാത്രമേ ഉള്ളൂ. അവരിൽ യാതൊരു ഭിന്നിപ്പുമില്ല. സഹാബാക്കളുടെ കാലത്തുമില്ല, താബിയകളുടെ കാലത്തുമില്ല. അന്നൊക്കെ ഈ മൂമിനീങ്ങൾ എന്ന് പറയുന്നത് അവരാ. ഇന്നും മൂമിനീങ്ങൾ എന്ന് പറയുന്നത് അവരെന്നെയാണ്. നമുക്ക് വളരെ കാര്യങ്ങൾ അള്ളാഹ് വളരെ കൃത്യമാക്കി തരും. ആരെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വെച്ചാൽ റസൂലിനെയും ആ അസ്ഹാബിനെയും ഇന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവരെ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഈ ഓരോരുത്തരെ അവകാശപ്പെടുന്ന സംഭവം എന്നല്ല. ഞങ്ങളാണ് യഥാർത്ഥ മോമിനിങ്ങൾ, ഞങ്ങളായാലേ മോമിനാകുമോ, ഞങ്ങളായാലേ സ്വർഗത്തിൽ പോവോ, ഇതൊക്കെ വെറും അവകാശവാദങ്ങളാണ്. ഇതൊക്കെ ആ 72ന്റെ പരിപാടിയാണ്. ആ 1 എന്ന് പറയുന്നത് അത് ഇന്നും ഇവിടെ വ്യക്തമാണ്. ഖുർആനും നബിചര്യയും ഇന്നും ഇവിടെ സുവ്യക്താണ്. അപ്പൊ ആ സംഭവത്തിൽ കൂടെ പോയാൽ നമുക്കും ഈ യുഷാക്കിർ റസൂൽ ഇല്ലാതെ, അതായത് റസൂലിനോട് ഭിന്നിക്കാതെ കൃത്യമായ മോമിനിങ്ങളാവാം. അതല്ല, നമ്മൾ ഈ പറഞ്ഞ പരിപാടിയാണ്. റസൂലിനൊക്കെ വിട്ടിട്ട് നമ്മളുടെ സംഘടന, നമ്മളുടെ തരീക്കത്ത്, നമ്മളുടെ ഷെയ്ഖ്, നമ്മളുടെ ഗുരു, നമ്മളുടെ പുരോഹിതൻ, ഈ മട്ടത്തിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ സംഗതി ആകെ പ്രശ്ന. നുവല്ലിഹി മാ തവല്ല എന്നാണ്. അവനെ ഞാൻ തിരിക്കും. എവിടേക്ക്? മാത്തവല്ല, അവൻ എവിടെയാണോ ഇഷ്ടപ്പെട്ട് തിരിഞ്ഞത് അതാണ് ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര എന്ന് പറയുന്നത്. ഏതൊന്നാണോ കൃത്യമായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അത് സുന്നത്തുള്ളയാണ്, അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. അത് നമ്മൾ ശരിക്കും പേടിക്കണം. നമ്മൾ വിചാരിക്കും ഇതിലൊക്കെ അങ്ങനെ സൗകര്യം കിട്ടുമ്പോൾ, ആഴ്ചക്ക് അജ്മീറി പോകുമ്പോൾ, ആഴ്ചക്ക് ഏറുവാടി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അള്ളാഹുടെ മഹതായ ഫളല് കൊണ്ട് കിട്ടുന്നതാണ്. അങ്ങനെയല്ല, ഇത് അള്ളാഹുവിൻ്റെ അത് സുന്നത്തുള്ളയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഓരോന്നിനും സൗകര്യം ചെയ്തു തരുമ്പോൾ അത് അള്ളാഹ് അനുഗ്രഹിച്ചിട്ടാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. അവിടെ അള്ളാഹുവിൻ്റെ അനുവാദമുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുകയില്ല. രണ്ടും രണ്ടാം. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കുക. അജ്മീറിലേക്കൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പോകാനും അവിടെ അങ്ങനെ സന്ദർശിക്കാനും ഒക്കെ ഇടം കിട്ടുമ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് പിന്നെയും കിട്ടാൻ വേണ്ടി പിന്നെയും തോർക്കണമൊക്കെ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഈ ആയത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇങ്ങനെ കടക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യമാവും എന്തിനെയാണ് പിന്തുടരേണ്ടത് എന്ന്. വനുസ്ലിഹി ജഹന്നം, ആ പോക്ക് പോയാൽ അവനെ ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസഅത്ത് മസീറ, അങ്ങനെ മനുഷ്യൻ സഞ്ചരിച്ച് എത്തുന്ന ഇടമാണ് ഈ മസീർ എന്ന് പറയുന്നത്. സാറ യസീറു സൈർ, എത്ര മോശപ്പെട്ട സഞ്ചരിച്ചെത്തുന്ന ഇടമാണ് ആ നരകം. ഇതാണ് ഇനി പറയാം, ഇതാണ് ഷിർക്ക്. കണ്ട, ഇതാണ് ഷിർക്ക്. ഈ റസൂലിനെ അനുസരിക്കാതെ റസൂല് പോരെന്ന് വരിക, അള്ള പോരെന്ന് വരിക, അങ്ങനെ നമ്മൾക്ക് നമ്മളെ ഇഷ്ടമുള്ളവരിനൊക്കെ കൂട്ടുക, എല്ലാവരും പങ്കു ചേർക്കുക, അവരിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുക, വിധികൾ അവരിൽ നിന്ന് സ്വീകരിക്കുക. ഇതാണ് ഷിർക്ക്. ആ ഷിർക്കാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹുവിനോട് ഏതെങ്കിലും നിലക്ക്, അത് അവൻ്റെ സത്തയിലാണെങ്കിലും അവൻ്റെ പ്രവൃത്തിയിലാണെങ്കിലും അവൻ്റെ സിഫാത്തിലാണെങ്കിലും അവൻ്റെ പരിപാലനത്വത്തിലാണെങ്കിലും, അതായത് ദാത്തില്, സിഫാത്തില്, അഫ്ആലില്, റുബൂബിയ്യത്തില്, ഏതിൽ നമ്മൾ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൻ്റെ കൂടെ ചേർത്താലും ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരിലും ഇത് ഏതെങ്കിലും നിലക്കൊക്കെ പലതിലും ഉണ്ട്. മുസ്ലിമീങ്ങളുടെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. ഇത് ഷിർക്കൊന്നും തത്വമായിട്ട് അംഗീകരിച്ച ആളുകളുടെ കാര്യമൊന്നല്ല ഈ പറയുന്നത്. മുസ്ലിമീങ്ങളായിട്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളായിട്ട് മരിച്ചു പോകണം എന്നൊക്കെ ദിവസേന പ്രാർത്ഥിക്കൊക്കെ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. മുസ്ലിമായി മരിച്ചു പോകണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ഷിർക്കിൽ പോയി പെടാതിരിക്കണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിനെ പങ്കു ചേർക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അതിന് വിഗ്രഹങ്ങൾ വേണമെന്നൊന്നുമില്ല. ഈ പരിപാടി മാത്രം ചെയ്താൽ മതി. റസൂല് കൊടുന്നത് പോരെന്ന് വെച്ചിട്ട് ആരുടെയെങ്കിലും വേറെ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് കടത്തിക്കൂട്ടി അതൊക്കെ ഇതിൽ നമ്മൾ ആചരിക്കുന്ന ആളുകളായാൽ അത് തന്നെ മതി ഷിർക്ക് സംഭവിക്കാൻ. അത് തന്നെ മതി. അങ്ങനത്തെ ആ ഷിർക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഈ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് അള്ളാഹു പൊറുക്കുകയില്ല. കാരണം അള്ളാഹു പൊറുക്കുക എന്ന് പറയണമെങ്കിൽ അത് ഷിർക്ക് മുക്തമായ ഒരു ജീവിതത്തിൽ നിന്ന് അള്ളാഹു പാപമോചനം സ്വീകരിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മതി. അക്കൗണ്ട് ഓപ്പനായി കെടുക്കുക എന്ന് പറയുന്നത് ഷിർക്ക് സംഭവിക്കാത്തവരിൽ നിന്നാണ്. അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയാം. അള്ളാഹു അത് പുറത്തു കൊടുത്തേക്കാം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ പുറത്തു കൊടുക്കും തന്നെ. കാരണം അത് അള്ളാഹുവിൻ്റെ രാജകീയമായ ഒരു ശൈലിയാണ്.
പക്ഷേ അത് നമുക്ക് ഉറപ്പിക്കാം, ഈ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. അത്രയും മാത്രമേ നോക്കണ്ടോ. ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ദൗർബല്യം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമില്ല. ഷിർക്ക് നമ്മുടെ ദൗർബല്യം കൊണ്ട് സംഭവിക്കുന്നില്ല. മറ്റുള്ള തെറ്റുകളൊക്കെ പല ദൗർബല്യങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ ഷിർക്ക് അങ്ങനെയല്ല. ഷിർക്ക് ഒന്നുകിൽ നമ്മൾ അവഗണന കൊണ്ട് സംഭവിക്കുന്നതാണ്, അതല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്ന. രണ്ടാലൊരു നിലക്കായി ഈ ഷിർക്ക് സംഭവിക്കുക. ഒന്നുകിൽ നമ്മൾ ഇതിനെ അവഗണിക്കുക, അത് കാര്യമില്ല, നമ്മളിപ്പോൾ അതിനെപ്പറ്റി പഠിക്കണ്ട, നമ്മളിപ്പോൾ മുസ്ലിമീങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, തൊപ്പും താടിയും തലകെട്ടൊക്കെ ആയിട്ട്, അത് മതി, അത് മാത്രം മതി നമുക്ക് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു അവഗണനയോടെ ഇതിനെ കൈകാര്യം ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം മുസ്ലിം സമൂഹം ചെയ്യണം, അവഗണനയോടെ കൈകാര്യം ചെയ്യാം. രണ്ടാമതൊരു കൂട്ടരുണ്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ. അവർ ശരിക്കും ഭൗതിക താല്പര്യം മുന്നിൽ കണ്ടിട്ടാണ്. അവര് ഭൗതിക അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ സത്തയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ, ത്രിയേകത്വം എന്നാണ്. 3 ദൈവങ്ങൾ, അതായത് യഹോവ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവർ ഉദാഹരണം പറയാം, റബ്ബറും കായാണ്. റബ്ബറും കായൽ 3 കുരു ഉണ്ടാവൂലേ? റബ്ബറും കായൽ 3 കുരു ഉണ്ടാവും. ഈ 3 കുരു എന്ന് പറഞ്ഞാൽ 3 റബ്ബറും കുരുവാണ്. പക്ഷെ ഇതൊക്കെ കുരു എന്നുള്ള നിലക്ക് ഒന്നാ, പക്ഷെ വേറെയാണ്. ഇതിനെ വിശദീകരിച്ചാണ് അവർ ഇടങ്ങറായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ പലരും ഇപ്പോൾ തോന്നിയ മാതിരിയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയാം, അതാണ് സത്തയിലുള്ള ഷിർക്ക് എന്ന് പറയുന്നത്. സത്തയിലുള്ള ഷിർക്ക്. ഇനി 2 3 എത്രയായാലും വേണ്ടില്ല, ഒന്നിലധികമുള്ള ഏതും. അതായത് അള്ളാഹുവിനെ വിഭജിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ റബ്ബറും കായുടെ ഉദാഹരണം പറയുമ്പോൾ ഓരോ റബ്ബറും കായും മുളച്ചിട്ട് ഓരോ റബ്ബർ മരമാവും. പക്ഷെ ഇങ്ങനെ ഇല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ഏക സത്തയാണ്. അതിൽ നിന്ന് പിന്നെ പൊട്ടിമുളക്കുകയോ അത് വേറെ ആവുകയോ വിഭജിക്കുകയോ കഷ്ണാവുകയോ കൂടുകയോ ഒന്നും ചെയ്യില്ല. ഒരേ ഒരു സംഭവമാണ്. അതാണ് മുസ്ലിമീങ്ങൾ പറയുന്ന തൗഹീദ് എന്ന് പറയുന്നത്. ഇനി അള്ളാഹുവിൻ്റെ പ്രവൃത്തി അള്ളാഹു ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും ചെയ്യും, ഇല്ലേ? അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ സാധാരണ സുന്നികൾ എന്ന് പറയുന്നവരൊക്കെ പറയാം, അള്ളാഹുവിൻ്റെ പ്രവൃത്തി അള്ള ചെയ്യുന്നത് പോലെ തന്നെ വലിയനും കഴിയും. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ മറിയം ബീവിക്ക് ഈസാ നബി അലൈഹിസ്സലാം പിതാവില്ലാതെ ജനിച്ചു, ഇല്ലേ? അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഇവിടെ ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല. നേരെ മറിച്ച് വേറെ ചില ചികിത്സ ഒക്കെ നടത്തിയിട്ട് ഒരാൾക്ക് കുട്ടിയില്ലാത്തൊരു കുട്ടിക്ക് ഒരാൾക്ക് കുട്ടി ഉണ്ടാക്കാനും അതൊക്കെ പറ്റും. അതൊക്കെ ഇവിടെ മനുഷ്യർക്ക് സാധ്യമായ സംഭവങ്ങളാണ്. പക്ഷെ ഒരു പിതാവില്ലാതെ, സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. അത് വേറെ ആർക്കും പറ്റൂല. അത് ഫിഅലിലുള്ളതാണ്. ഇനി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ട്. അള്ളാഹു സർവജ്ഞനാണ്, അല്ലെങ്കിൽ റബ്ബിൽ ആലമീനാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ്. അതേ റബ്ബുൽ ആലമീനാണ് ഇപ്പൊ മടവൂര് എന്ന് പറയുന്ന ആള്. അതായത് നമ്മൾ പറയണതാ 18,000 ലോകങ്ങൾ നിയന്ത്രിക്കുന്ന മടവൂര്. അതേ അള്ളാഹുവിന്റെ വിശേഷണം ആർക്ക് വെച്ചു കൊടുത്തോ അത് ശിർക്കാണ്. അതാണ് റബ്ബുൽ ആലമീൻ. നമ്മളെപ്പോഴും ഫാത്തിഹയിൽ പറയുന്നത് റബ്ബുൽ ആലമീൻ, ലോകങ്ങളെ നിയന്ത്രിക്കുക. അവനാന്റെ രോഗത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ചായി പറയണമെന്ന് ആലോചിക്കണം. അവിടെയാണ് നമ്മുടെ ബുദ്ധി എടുക്കുന്നത്. അവനാന്റെ രോഗം, അവനാന്റെ മരണം, അവനാന്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ 18,000 ലോകങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഇതാണ് ശിർക്ക് പ്രവൃത്തിയിൽ. ഇനി റബ്ബ് ആരാണ് നിങ്ങൾക്ക് മഴ പെയ്യിച്ചു തരുന്നത്, ആരാണ് നിങ്ങൾക്ക് അന്നം തരുന്നത്, അത് ഗുരുവായൂരപ്പനും കൂടിയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുത്തമ്പള്ളിക്കലെ മൂപ്പരും കൂടിയാണെന്ന് പറഞ്ഞാൽ അത് ശിർക്കായി. മനസ്സിലായപ്പോ? ഇതാണ് ശിർക്ക്. ഈ ശിർക്കാണ്. ഇനിയിപ്പോ ആരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയമങ്ങൾ നൽകേണ്ടത്, നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ദുആകൾ ആരാണ് പഠിപ്പിച്ചു തരേണ്ടത്, നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്, എപ്പോഴാണ് ചോദിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു പഠിപ്പിച്ചതാണ് റസൂല് നമ്മളെ പഠിപ്പിച്ചത്. അത് പോരാ, എനിക്ക് വേറെയും കുറെ ആവശ്യമുണ്ട്, ഇതൊന്നും ഇപ്പം അത്ര പോരാ, ഇതൊക്കെ അവർക്ക് അത്ര മതിയായിരിക്കും, ഞമ്മക്ക് ഇനിയും കൂടി കുറെ വേണം, അതുകൊണ്ട് ഷെയ്ഖെ ഞങ്ങൾക്ക് കുറേയും കൂടി ദുആകൾ നിങ്ങൾ പഠിപ്പിച്ചേരി, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശിർക്കാ. കാരണം അള്ളാഹു നമുക്ക് പോരാ, റസൂല് നമുക്ക് പോരാ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാ പിന്നെ കാര്യങ്ങൾ. ഇതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഈ ഷിർക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരില്ല എന്നാണ്. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാത്തത്, ഈ ഷിർക്ക് കൊണ്ട് മാത്രമാണ്. അതല്ലാത്തതൊക്കെ അവൻ തീരുമാനിച്ചവർക്ക്
അത് ഒരു പക്ഷേ നമ്മൾ ഈ മുസ്ലിമീങ്ങളായിട്ട് ശിർക്കില്ലാതെ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒന്ന് ഒരുപാട് തെറ്റ് പറ്റും. നമ്മൾ ഒരു പക്ഷേ ധാരാളം ദുആ ചെയ്യും, അപ്പോൾ അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരു പക്ഷേ നമ്മൾ തന്നെയും തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും, അതിനേക്കാൾ കൂടുതൽ നന്മകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ നന്മകളുടെ കാരണത്താൽ നമുക്ക് അള്ളാഹു പുറത്തു തരും. ഇതൊന്നും നമ്മൾ ചെയ്തില്ല. അള്ളാഹുവിൻ്റെ ജ്ഞാനം കൊണ്ടും അള്ളാഹു നമുക്ക് പുറത്തു തരും. അത് അള്ളാഹു എന്താണ് തീരുമാനിക്കുന്നത് അള്ളാഹുവിനെ വെച്ചുള്ളൂ, നമുക്കില്ല. പക്ഷെ ഏതായാലും പുറത്തു കിട്ടും എന്നുള്ളത് അള്ളാഹു നമ്മളോട് പറയാം. അതുകൊണ്ട് ഈ കുറ്റകൃത്യമല്ല പ്രശ്നം ഷിർക്കാണ്. ഈ ഷിർക്കിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അതിന് നമ്മൾ കുറച്ചൊന്നും മെനക്കെടണം എന്നുള്ളൂ. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വാപ്പ ചെയ്തില്ല, വല്യാപ്പ ചെയ്തില്ല, അവർ ചെയ്തില്ല, ഇവർ ചെയ്തില്ല, നാട്ടുകാരൊക്കെ അങ്ങനെയല്ലേ, ഇതാണ് നമ്മുടെ പ്രശ്നം വെച്ചെങ്കിൽ നമ്മൾ നേരെ അവരുടെ കൂടെ എവിടുക്കാ പോകേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി. അതാണ് വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് വല്ല വലാലം ബഈദ, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അത്ര ദൂരത്തേക്കാണ് അവൻ പിഴച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. കുറ്റമൊക്കെ സംഭവിച്ചാൽ നമ്മൾ അത്ര ദൂരത്തേക്ക് പോണില്ല. പക്ഷെ ഇത് വളരെ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തേക്ക് നമ്മൾ തെറിച്ചു പോകും. നമ്മളത് അറിയുക പോലുമില്ല എന്നാണ്. നമ്മൾ തെറിച്ചുപോയ വിവരം തന്നെ അറിയില്ല. കുറ്റമൊക്കെ ചെയ്താൽ നമുക്ക് അറിയാം അത് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇത് നമ്മൾ അറിയുക പോലുമില്ല. അത്രയും വിദൂരമായ സംഭവ പിഴവാണ് പിഴക്കുക എന്ന്. വളരെ വിദൂരമാകുമ്പോഴാണല്ലോ അറിവ് കുറയാം. അപ്പം അതൊക്കെ ശരിക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് നമ്മളോട് അള്ളാഹ് പറയുന്നതാണ്. നമ്മൾ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ചു പോകണമെങ്കിൽ ഈ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ഒരിക്കലും ആരും വിചാരിക്കേണ്ടതില്ല. കാരണം ഇത് ഏതെങ്കിലും എഴുതിയേറി ഏതെങ്കിലും കിതാബിൽ എഴുതിച്ച ഒന്നല്ല. ഇനി പറയാം, അവരിങ്ങനെ ഈ പലരോടും പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നമ്മൾ കുറച്ചൊക്കെ മുമ്പ് എണിച്ചെങ്കിൽ നമ്മളോട് പറയും മൊഹിയുദ്ദീൻ ശൈഖിനെ നമ്മളങ്ങനെ നേരിട്ട് വിളിക്കണില്ല, അങ്ങനെ ചെയ്യാൻ ഇപ്പൊക്കെ നേരിട്ട് തന്നെയാണ്. ഇപ്പൊക്കെ നേരിട്ട് അവരോട് ദുആ ചെയ്യാമെന്ന് തന്നെയാണ് ശരിക്ക് പഠിപ്പിക്കുന്നത്. മൊഹിയുദ്ദീൻ ശൈഖ് മാത്രമല്ല, അതിൻ്റെ പുറത്തുള്ള കുറേ ആൾക്കാരും. ഈ യദ്ഊന മിൻ ദൂനിഹി, ഇവർ ഈ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനല്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ, രണ്ടായാലും കണക്കന്നെ. അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ളവരെ വിളിക്കലും ഇനിയിപ്പോൾ അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് ഇവരെ വിളിക്കുക, രണ്ടും പ്രശ്നം സംഗതി ഒന്നാണ്. ഇല്ലാ ഇനാസൻ, ഇനാസിനെ അല്ലാതെ, അതായത് സ്ത്രൈണത, ദൗർബല്യം, ഇങ്ങനെയുള്ളത്. അപ്പം നമ്മൾ ഈ ആരാധിക്കപ്പെടുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇപ്പം അറബികൾ തന്നെ, ലാത്ത്, മനാത്ത്, ഉസ്സ, ഇതൊക്കെ സ്ത്രീകളാണ്. ഇനി ഇവിടെ നോക്കി നമ്മളുടെ അവിടുത്തെ ഈ പ്രതിഷ്ഠകളിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്, അല്ലെ, അമ്മ ദൈവങ്ങൾ. ഇനിയിപ്പോൾ ആണെന്നെ നിൽക്കുക, ഈ ആണിൻ്റെ വേഷങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർവാഭരണ വിഭൂഷിതായിട്ടാ, അല്ലേ, ആഭരണങ്ങൾ. അതായത് സ്ത്രൈണത പോലെ ഒരു സംഭവമാണ്. അതായത് ഒരു തരം ദൗർബല്യത്തെയാണ് ഇവർ ഈ ആരാധിക്കുന്നത്. ഈ വിളിക്കുന്ന എന്ത് സാധനമാണെങ്കിലും അത് സ്വതവേ ദൗർബല്യം ഉണ്ടായിരുന്നു. അതായത് അതൊന്നുമല്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് അതിൻ്റെ പ്രകടമായ ഭാവം തന്നെയും അതാണ്. പ്രകടമായ ഭാവവും ഈ ദൗർബല്യമാണ്. ഇതിലെന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ഈ നമ്മളുടെ ഈ നാരീപൂജ അല്ലെങ്കിൽ മാതൃപൂജ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ആദരിക്കപ്പെടേണ്ട ഒരു സാധനം പെട്ടെന്ന് ആരാധനയിലേക്ക് വഴിമാറിക്കൊണ്ടുപോകാൻ വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. ആദരിക്കാൻ പറയാം. അപ്പം നമ്മൾ കഅബയിൽ ഹറമിൽ നമ്മൾ ചെല്ലാം. ഹറമിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്താ ചോദിച്ചാൽ, ആദരിക്കാൻ അള്ളാഹു കൽപ്പിച്ച കുറേ സാധനങ്ങളുണ്ട്. കഅബ ഉണ്ട്, ഹജറുൽ അസ്വദ് ഉണ്ട്, മക്കാമു ഇബ്രാഹിം ഉണ്ട്, സംസം ഉണ്ട്, സഫ മർവയുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശായിറുകളാണ്. അതായത് ആദരിക്കാൻ അള്ളാഹു കൽപ്പിച്ച സാധനങ്ങളാണ്. ഇതിനെ ആരാധനയാക്കി മാറ്റാൻ വളരെ ഈസിയാണ്. ഇതിനെ ആരാധനയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം ഈ മനസ്സിൽ ചെറിയ ഒരു ബോധത്തിൻ്റെ കൃത്യമായ തലത്തിൽ, അല്ലെങ്കിൽ ഇത് ആരാധനയിലേക്ക് പെട്ടെന്ന് വഴിമാറും. അതുകൊണ്ടാണ് ഇവിടെ ഈ ആദരിക്കുക എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഒരു അറവ് മൃഗത്തെ നമ്മൾ ഉളുഹിയത്തൊക്കെ ഇറക്കുമ്പോൾ ആ മൃഗത്തെ നമ്മൾ ആദരിക്കില്ലേ, ഇല്ലേ? അതിനെ കാണുമ്പോൾ നമ്മൾ തക്ബീർ ചൊല്ലില്ലേ? പക്ഷെ ഇതേ സാധനത്തിനെ നേരെ നോക്കി നിങ്ങൾ ഈ പശുമാതാവ് എന്ന് പറഞ്ഞിട്ട് ആരാധനയിലേക്ക് കൊണ്ടുപോയി. അത് ആദരിക്കലല്ല, അത് ആരാധിക്കല. ഇതിനെ വളരെ ഈസിയാണ് കൈകാര്യം ചെയ്യുക. അപ്പം എന്താ ചോദിച്ചാൽ ഇതിൻ്റെ നിയമം ആകെ മാറി. നമ്മൾ ആദരിക്കുകയും ചെയ്യും, അതിനെ അറുത്ത് ഭക്ഷിക്കുകയും ചെയ്യും. മറ്റേത് പറ്റില്ല, മറ്റേതതിനെ തൊടാൻ പറ്റില്ല. അതാണ് ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തിനോട് പശുവിനെ ഇറക്കാൻ പറഞ്ഞതിൻ്റെയും പോയിന്റ് അതാണ്. അതായത് ആദരിക്കുക, എല്ലാവരും ആരാധിക്കുകയാണ് ആ സാധനം, അതിനെയാണ് അർത്ഥം തിന്നാൻ പറയണതേ. അപ്പം അത് ആ വിഷയമുണ്ട് ഇവിടെ. ഈ യദ്ഊന ഇല്ലാ ശൈത്വാനൻ മരീദ, അതായത് മുരടനായ ആ ശൈത്താനെയാണ് ഇവർ ഈ വിളിക്കുമ്പോൾ. ഈ വിഗ്രഹം കേൾക്കില്ല എന്ന് അവർക്കും അറിയാം.
പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഷെയ്ത്താനുണ്ടല്ലോ, ഇവിടെ ഇബിലീസ് എന്നല്ല പറയാട്ടാ. ഇബിലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. നമ്മൾ ഈ വിഷയത്തിലൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഷെയ്ത്താനീയത്തിൻ്റെ പിറകെയാണ്. കാരണം കേവലം ഒരു വ്യക്തിയല്ല അത്, അതിൽ മനുഷ്യരും ജിന്നും അടക്കമുള്ള സകല അവൻ്റെ സിസ്റ്റങ്ങളും ഉൾപ്പെട്ട വലിയ ഒരു നെറ്റ്വർക്ക്. ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയുമ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറയാം. ആ നെറ്റ്വർക്കിലാണ്, അതിലാണ് നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഈ സാധനങ്ങളോടും എല്ലാം അത് കേൾക്കില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എന്നിട്ട് ആ ഷെയ്ത്താനെ കുറിച്ച് പറയാം. ഞാൻ വേഗം പറഞ്ഞു പോവാം, കുറച്ച് ദീർഘമുണ്ട്. ലഅനഹുല്ലാ, അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ ഷെയ്ത്താൻ എന്ന് പറയുന്ന ഇബ്ലീസ് എന്ന് പറയുന്നത് അള്ളാഹു ശപിച്ചതാണ്. അവൻ്റെ സിസ്റ്റമായ ഷെയ്ത്താനും അത് തന്നെയാണ്. അത് അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങനെ ലാനല്ലാ എന്ന് പറഞ്ഞ് കുത്തിരിക്കുന്നു എന്നല്ല. അള്ളാഹുവിൻ്റെ ശാപമേറ്റുവാങ്ങിയ ഒരു സംഭവത്തിൽ നിന്ന് നന്മ എന്ന് പറയുന്നത് അബദ്ധത്തിൽ പോലും സംഭവിക്കില്ല. അതാണ് നമ്മൾ ഈ മരീദ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് ശരിക്ക് തേച്ചു മിനുക്കിയ തിന്മയാണ്. അതിൻ്റെ മുകളിൽ വേറൊന്നും തൊടുകയില്ല. അതാണ് ലാനഹുല്ല, അള്ളാഹു ശപിച്ച സംഭവമാണത്. കാരണം ആ അള്ളാഹുവിനായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ നമ്മുടെ അൽ ബക്കറയിലൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആദമും ഇബ്ലീസൊക്കെ ഉണ്ടായ സംഭവം. അവിടെ അവൻ പറഞ്ഞത് അത്തഖിദന്ന മിൻ ഇബാദിക, നിന്റെ ഇബാദുകളിൽ നിന്ന്. നിന്റെ ഇബാദ് ട്ട, എൻ്റെ ഇബാദല്ല. അതായത് ഈ ഷെയ്ത്താന്റെ ഇബ്ലീസിന്റെ വിഡ്ഢിത്തരങ്ങൾ അവന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാം. നിന്റെ ഇബാദുകളിൽ നിന്ന് നസ്വീബൻ മഫ്റൂദ, നിശ്ചിതമായൊരു വിഹിതത്തെ ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെ പറയണമെങ്കിൽ അയാൾ കൽപ്പിച്ചു കൂട്ടിയാണ് പെട്ടത്. ആദമ് പെട്ടതുപോലെ അബദ്ധത്തിൽ പെട്ടതല്ല. ആദമ് ഇബ്ലീസിന് ശിർക്ക് സംഭവിച്ചു, ആദമിന് അബദ്ധം സംഭവിച്ചു. ആദമ് അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി, ആദമിന് അള്ളാഹു പുറത്തു കൊടുത്തു. ഇബ്ലീസ് ശിർക്ക് വെച്ചു, ഇബ്ലീസ് ശിർക്കിൽ നിന്ന് പിന്മാറിയില്ല. അതുകൊണ്ട് തന്നെ ലഅനഹുല്ലാ. കണ്ട, ഇത് തന്നെയാണ് ഈ ശൈത്താനെ പിൻപറ്റിയാൽ നമുക്കും ഉണ്ടാകുന്ന അവസ്ഥ. ഇത് മാത്രമാണ്. ഇത് ഗൗരവമായ ഒരു കാര്യമാണ്. മുസ്ലിമായിട്ട് നിങ്ങൾ ജീവിച്ച് മരിച്ചു പോകണമെങ്കിൽ സംഗതി വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് വണ്ടിമല ഒഴിവാക്കുക ചെയ്യാം. പക്ഷേ ഈ പാരമ്പര്യത്തിൽ നിന്ന്, ഈ നാട്ടു നടപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും എന്നുള്ളതൊക്കെ പ്രശ്നങ്ങൾ അത് വേറുണ്ട്. അതിനൊക്കെ നമ്മൾ തരണം ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അങ്ങനെ തയ്യാറായാലേ നിങ്ങൾക്ക് ഇത് പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് അള്ളാഹു നമ്മളോട്. അത് ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും ആളുകളുടെ എണ്ണമല്ല. കാരണം ഖുർആൻ തന്നെ പറയുന്നത് അക്സറും ഫാസിഖൂൻ അക്സറുഹും മുത്തഖൂൻ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും? ഇല്ല. അക്സറുഹും കാഫിറൂൻ. കാരണം ഈ കൂട്ടർ തന്നെയാണ് ഏത് കാലത്തും അധികം ഉണ്ടാകുക തന്നെയാണ്. അതാണ് അതിൻ്റെ സംഭവം. അതുകൊണ്ട് നിന്റെ ആ ആളുകളിൽ നിന്ന്, ഇബാദുകളിൽ നിന്ന് വലിയ ഒരു വിഹിതത്തെ ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അള്ളാഹുവായിട്ട് വെല്ലുവിളിക്കുക. അള്ളാഹുവായിട്ട് വെല്ലുവിളിക്കുമ്പോൾ ഈ മൂപ്പര് പറയുന്നത് പബി ഇസ്സത്തിക്കാന്നാണ്, നിന്റെ പ്രതാപമാണ് സത്യം എന്ന്. ഒരാള് അത് തുല്യ ശക്തികളല്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രതാപത്തെ പിടിച്ച് ആണയിട്ടുകൊണ്ടാണ് പറയുന്നത്. നീ എനിക്ക് അവസരം നൽകുകയാണെങ്കിൽ, അതായത് എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലാന്ന്, അതായത് അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ കടന്നാൽ, അല്ലെങ്കിൽ ഷിർക്ക് നമ്മളുടെ ഉള്ളിൽ കടന്നാൽ നമ്മൾ വിഡ്ഢികളാകുന്നുള്ളതാണ്. നമ്മൾ വിഡ്ഢികളാവും. നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും കാണാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നടന്ന് വിഡ്ഢിയാകണം. നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ അറിവില്ലാതെയാ, സംവിധാനങ്ങളില്ലാതെ, ഉപദേശിക്കാൻ ആളില്ലാതെയാ, എന്തില്ലാതെയാണ്. പക്ഷെ വായ തുറന്ന വിഡ്ഢിത്തം മാത്രം വരുന്നു. ഇതാണ് സംഭവം. ഇത് ഈ ഷിർക്കിൽ അകപ്പെട്ടു പോയാൽ സംഭവിക്കുന്ന ഒരു സാധനം. ഏത് സംഭവത്തിനെയും നിങ്ങൾക്ക് ന്യായീകരിച്ചെടുക്കാൻ പറ്റും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുണ്ടോ എന്നുള്ളതൊന്നും നിങ്ങളുടെ വിഷയമേ അല്ല. കാരണം എവിടെയും ഈ അന്തക്കേടുകൾ കുറെ ഇത് കേൾക്കാനുണ്ടാവും എന്നുള്ള കാര്യം ഒരു ഉറപ്പാണ്. അത് ഷിർക്കിൽ നമ്മൾ ഇങ്ങനെ പെട്ടുപോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണത്. കാരണം നമ്മൾ എന്തിനേയും ന്യായീകരിക്കുന്നവരായി മാറും. നമ്മളുടെ ബുദ്ധിയോ നമ്മളുടെ യുക്തിയോ ഒന്നും വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാതെ ആവും. അങ്ങനെ അപ്പോഴാണ് നമ്മളിത് സീലടിക്കുക എന്നൊക്കെ ഖുർആൻ പറയുന്ന അവസ്ഥ വരിക. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇതിന് തിരിച്ചുവരവ് സാധ്യമാവില്ല. അങ്ങനെ തിരിച്ചുവരവ് സാധ്യമാവാത്ത സമൂഹങ്ങൾക്കെതിരെയാണ് പ്രവാചകന്മാർ പ്രാർത്ഥിക്കുക. നൂഹ് നബിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ആ സമൂഹങ്ങൾ നശിച്ചു പോകുന്നത്. കാരണം അതിൽ നിന്ന് ഒരു കുട്ടി പോലും ഇനി ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ ആ ഘട്ടം കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഓരോന്നിനും അതിൻ്റെതായ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് പറ്റില്ല.
ചില സാധനങ്ങളൊക്കെ കുറേ അങ്ങോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ തിരിച്ചു കിട്ടില്ല എന്നറിയില്ലേ എന്നതുപോലെ ഇതിനുമുണ്ട്. അവരോട് അള്ളാഹുവിനോട് അയാൾ പറയുന്ന വല ഉറില്ലന്നഹും, അവരെ നാം പിഴപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ഈ വിശ്വാസത്തിൽ നിന്ന്, അതിൻ്റെ ആ റെയിലിൽ നിന്ന് അതൊന്നിങ്ങ് തെറ്റിച്ചാൽ പിന്നെ ആ റെയിലിൽ കൂടെ പോവുക. അത് അള്ളാഹു ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടല്ല. ഈ മുഅ്മിനീങ്ങളെ, ഈ മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇല്ല, അല്ലെങ്കിൽ അള്ളാഹു 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടല്ല. ഒന്നിനെയും നിഷേധിച്ചിട്ടല്ല. ഒന്ന് വളക്കുക ചെയ്യാം, ഒന്ന് വളക്കും. അതായത് ഇത്ര പോരാ, റസൂലി കാണിച്ചു തന്ന ഇത്ര പോരാ, നമുക്ക് ഒന്നും കൂടി നന്നാക്കാം എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങുക. ഇപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത് സുന്നത്തല്ലേ, റസൂല് പഠിപ്പിച്ചതല്ലേ. അതിപ്പോ നമ്മളിങ്ങനെ ഒരു പള്ളിയിൽ കുറെ ആൾക്കാർ ഇരുന്ന് മൈക്കൊക്കെ കൂട്ടി വെച്ചാൽ ഒന്നും കൂടി നല്ലതല്ലേ, നാട്ടുകാർ കേൾക്കുന്ന പറയുന്നത് ഒന്നും കൂടി നല്ലതല്ലേ. ഇങ്ങനെയാണ്, ഇതാണ് ഉറില്ലന്നഹും. ചെറിയ പോയിന്റിൽ പിഴപ്പിക്കും. കേട്ടാൽ ഒരാൾക്ക് തോന്നും അത് നല്ലതല്ലേ. മൗലൂദ് അത് നല്ലതല്ലേ, കാരണം റസൂലിനെ പഠിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തല്ലേ. ഇതിലിടക്ക് മോശം പറയുന്നുണ്ടോന്ന് നമുക്കറിയില്ല, കാരണം നമുക്ക് ഈ പറയണത് എന്താണെന്ന് അറിയില്ല. നമ്മൾ വിചാരിക്കുന്നു ഇത് നല്ലതാണ് പറയുന്നത്, ഈ പറയുന്നതൊക്കെ നല്ലതാ, ഇത് നല്ലതല്ലേ. അപ്പൊ അത് കൂട്ടം കൂടി പറയുന്നത് നല്ലതല്ലേ, അത് വീട്ടുകളിൽ ഇങ്ങനെ പറയുന്നത് നല്ലതല്ലേ, അതിൻ്റെ പേരിൽ ഒരു സദസ്സ് ഉണ്ടാകുന്നത് നല്ലതല്ലേ, ഒക്കെ നല്ലതല്ലേ. ഇതാണ് ഉദില്ലന്നഹും. ഈ ചെറിയ പിഴവിൽ നിന്ന് പിന്നെ ഞാൻ അവർക്ക് കൊടുത്ത വല ഉമന്നിയന്നഹും, അവരെ ഞാൻ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തുന്നതാണ്. പ്രലോഭനങ്ങൾ പറയുമ്പോൾ എന്താ, അള്ളി റസൂലും പറഞ്ഞ മെനക്കെട്ട കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. മാരിഫത്തിന്റെ ഒരു അവസ്ഥയിലെത്തിയാൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ല. ഉണ്ടാ മാരിഫത്ത്, നിങ്ങൾക്ക് അറിവ് വല്ലാതെ വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ അറിവ് വരുന്നത് വരെ ഉള്ളൂ. അറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫിക്കർ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായാൽ മതി. ഇങ്ങനെ ആളുകളുടെ വ്യാമോഹത്തിലകപ്പെടുത്തും. ഇതാണ് ഈ മുരീദ് എന്ന് പറയുന്നത്. ഷെയ്ഖന്മാർ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും, അദ്ദേഹത്തിന് ഭയങ്കര അറിവുണ്ട്, അയാളെ എല്ലാം കണ്ട ആളാണ്, ഇനി മൂപ്പരനങ്ങ് ഫോളോ ചെയ്താൽ മതി, മൂപ്പരെന്താണോ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി, മുരീദായി. അപ്പൊ അള്ളാഹുവിന്റെ പിടുത്തം വിട്ടു, റസൂലിന്റെ പിടുത്തം വിട്ടു, ആ പിടുത്തങ്ങളൊക്കെ വിട്ടു. പിന്നുള്ളത് ശൈത്താനാണെന്ന്. അത് ആരുടെ പേര് പറഞ്ഞാലും ശൈത്താനാണ്. അള്ളാഹുവിനെയും റസൂലിനെയും വിട്ട പിന്നെ ഇപ്പറുള്ള എന്തും ശൈത്താൻ. അത് ആരുടെ പേരിലാണെങ്കിലും, അത് മുഹയ്യദ്ദീൻ ശൈഖ് ആണെങ്കിലും ഇനി റസൂലിന്റെ തന്നെ പേരിലാണെങ്കിലും അത് ശൈത്താനിയത്താണ്. അതിൽ പെട്ട് കഴിഞ്ഞു അയാള്. വല ആമുറന്നഹും, പിന്നെ അവരോട് ഞാൻ കൽപ്പിക്കാൻ തുടങ്ങും. എന്റെ മുരീദായ പിന്നെക്ക് കൽപ്പിക്കാലോ, എന്റെ പിടുത്തത്തിൽ കിട്ടിയാൽ എനിക്ക് കൽപ്പിക്കാം. ഷെയ്ത്താന്റെ പിടുത്തത്തിൽ വന്നാൽ പിന്നെ ഷെയ്ത്താൻ കൽപ്പിക്കും. ഫലയുബത്തിക്കുന്ന ആദാനൽ അൻആം, അങ്ങനെ അൻആമുകളുടെ ആദാനുകൾ അവർ കട്ട് ചെയ്യും, അതായത് അടയാളം വെക്കും. ഇതൊക്കെ അറേബ്യയിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് പറയുന്നതാ. അതായത് ബഹീറ, സായിബ, വസീല എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രത്യേക ജനുസ് ഒട്ടകങ്ങളെ അവർക്ക് ആയിട്ട് ഒഴിഞ്ഞിടുക, ദൈവത്തിനായിട്ട്. ഇപ്പൊ നമ്മൾ ഉള്ളാളത്തിലേക്കൊക്കെ ആട്, ഇപ്പോ ഈ കൊല്ലം മുതൽ മറ്റേ മർക്കസിലേക്ക് ആട്, ബദരീങ്ങളുടെ എണ്ണത്തിന്റെ പേരിൽ ആട്, ഇതൊക്കെ കണ്ട. ഇതൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരിക. അപ്പൊ അതിന് അടയാളം വെക്കാനാണ്. ചെവിയുമ്പോ എന്തെങ്കിലും ഒരു മുറി ഉണ്ടാക്കിയിട്ട് അടയാളം വെക്കും. ഇന്നിപ്പോൾ അടയാളം വെക്കാൻ അതന്നെ വേണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തും ഇവരോട് പറയും, ഈ ഒട്ടകത്തിനെ ഇനി തൊടാൻ പാടില്ല, ഇത് അള്ളാഹുവിന് നേർച്ചയാണ്, ഇതിന്റെ പാലിനി കുടിക്കാൻ പാടില്ല, ഇതിന്റെ പുറത്തിനി കയറാൻ പാടില്ല, ഇതിന്റെ ഇറച്ചി നിങ്ങൾ തിന്നാൻ പാടില്ല. അത് പ്രത്യേക ആളുകൾക്കുള്ളതാണ്. ഇപ്പൊ പൂജാകദളി ആർക്കുള്ളതാ? പൂജക്കുള്ളതാണ്. അതായത് ഓരോന്നിനെ ഓരോ ഇനം തിരിച്ച് അങ്ങനെ ശൈത്താൻ, അത് ശൈത്താനാണ് പിന്നെ കൽപ്പിക്കുക. ഇതൊന്നും അള്ളാഹ് കൽപ്പിച്ചതല്ല, റസൂല് നമ്മളെ പഠിപ്പിച്ചതല്ല. ഉള്ളാളത്തേക്ക് ആടിനെ നേർച്ചാക്കണം എന്ന് അള്ളാഹ് റസൂല് പഠിപ്പിച്ചതല്ല. മുഹയ്യദ്ദീൻ ശൈഖിന് നേർച്ചാക്കണം എന്ന് അള്ളാഹ് റസൂലും പഠിപ്പിച്ചതല്ല. സുലൈമാൻ നബിക്ക് പോയി നേർച്ചാക്കണം എന്ന് അള്ളാഹ് റസൂലും പഠിപ്പിച്ചതല്ല. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയതാണ്. ഇതിന് പിന്നെ അതാണ്, പിന്നെ ഇതിന്റെ ഉപയോഗങ്ങൾ തടയപ്പെടും. ഇപ്പൊ പാല് ഗണപതിയുടെ തലയിൽ ഒഴിക്കാനുള്ള, മൂത്രം കാഷ്ടം അത് കഴിക്കാനുള്ളതാ. കണ്ട, ഇതിന്റെ ഉപയോഗം മാറി. എത്ര സിമ്പിളായിട്ടാണ് ഇവരിത് മാറ്റിമറിക്കുക. അതാണ്
വല ആമുറന്നഹും, അവരോട് ഞാൻ കൽപ്പിക്കുമ്പോൾ, ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിയെ അവർ മാറ്റിമറിക്കും. അള്ളാഹ് എന്തൊരു ഉദ്ദേശത്തിനാണോ ഈ സൃഷ്ടികളെയൊക്കെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിയുടെ ഉപയോഗത്തെ മാറ്റിമറിച്ച് അവർ വേറൊന്നാക്കി മാറ്റും. ഇപ്പോ പശുവിനെ അറുത്തിട്ട് നമുക്ക് ഇറച്ചി തിന്നാൻ പാടില്ല, ബീഫ് നിരോധിക്കാം. കാരണം മനുഷ്യന് ഭക്ഷണമായിട്ടും സൗകര്യത്തിനായിട്ടും അള്ളാഹു ഇറക്കിയ ഈ സാധനത്തിനെ മാറ്റി. പല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിനെ വേറെ രൂപത്തിൽ. പിന്നെ അവര് തീരുമാനിക്കും ഇനി എന്താന്ന്. അതിൽ അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവരുടെ അറബുശാലകളിലേക്ക് ഈ സാധനത്തിന് വില കുറച്ച് കിട്ടാനാണെന്ന് പറയും. കാരണം അൽ കബീറും മറ്റേ അറബി പേരിട്ട അറബുശാലകൾ മുഴുവൻ ഇവരുടെയാണ്. അറബി പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്ന ഈ ഇറച്ചി കച്ചവടക്കാർ മുഴുവൻ ഇവരാണ്. അപ്പൊ നാട്ടിൽ ഇതിന് വില ചെയ്യാന്ന് വിചാരിച്ച ചന്തയുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റും വിചാരിച്ചാൽ പിന്നെ അവർക്ക് കിട്ടും. അവരതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവർക്ക് താല്പര്യങ്ങളുണ്ട്. അതാണ് ഭൗതിക താല്പര്യങ്ങൾ. ഈ സാധാരണ ആളുകളോ അവര് അന്തക്കേടില് അവഗണനയില് അവരതിൽ കുടുക്കിട്ടു. ഈ ശൈത്താനിയത്തിൽ അവരെ കുടുക്കിട്ടു. അവരതിൻ്റെ മുകളിൽ കണ്ണ് കാണാതെ അവരതിൻ്റെ മുകളിൽ പോയിക്കോളും. ബാക്കിയുള്ളവർ അതിൻ്റെ ബെനിഫിറ്റുകൾ എടുത്തോളും. പക്ഷെ എന്താണെങ്കിലും അത് ദുന്യാവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വമൻ യത്തഖിദ് ഷൈത്വാന വലിയൻ, ആ ലാഭെടുക്കണവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ഷൈത്താനിനെ വലിയാക്കി എടുത്തവര് മിൻ ദൂനില്ല, അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ പങ്കു ചേർത്തിട്ടോ, ഫഖദ് ഖസിറ ഖുസ്റാന മുബീന, വ്യക്തമായും അയാള് പരിപൂർണമായ നഷ്ടത്തിലകപ്പെട്ടു. അത് മോമിനീങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആണെങ്കിലും അല്ല എന്ന് പറഞ്ഞിട്ട് ഏത് രംഗത്ത് നിലയിലായാലും ഏത് നിലയിലാണ്. യഇദുഹും, അവർക്ക് അവൻ വാഗ്ദാനം ചെയ്യുന്നു, വയുമന്നീഹിം, അവരെ വ്യാമോഹത്തിലകപ്പെടുത്തുന്നു. വാഗ്ദാനങ്ങൾ കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് അവരെ വ്യാമോഹത്തിലകപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മുടെ 10 കൊല്ലം നമുക്ക് ഉണ്ടായതുപോലെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാ, എന്തെല്ലാം വാഗ്ദാനങ്ങളെ കൊടുത്തത്. ആ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇപ്പൊ എന്താ ഉണ്ടായി നിൽക്കുന്നത്? ഇപ്പോ കണ്ട, ഇതാണ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ ഈ വാഗ്ദാനങ്ങൾ ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് അവരെ വ്യാമോഹത്തിലകപ്പെടുത്തും. അവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വരും എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ കൊടുത്തു, അവരെ വ്യാമോഹത്തിലകപ്പെടുത്തി. എന്നിട്ട് ഈ ഉള്ള സംഭവങ്ങൾ മുഴുവൻ വെറ്റ് തുലച്ച് നമ്മുടെ ഈ നാടിനെ മുഴുവൻ നശിപ്പിച്ച് ഇപ്പൊ ആളുകൾ കണ്ണു തുറക്കുകയാണ്. തുറന്നിട്ടെന്താ കാര്യം? പോയതൊക്കെ പോയി. ഇത് തന്നെയാണ് നമ്മൾ ഈ ഷിർക്കിന്റെ പിന്നാലെ പോയാലും ഉണ്ടാകുക. ഈ ഷിർക്കിന്റെ പിന്നാലെ പോയാൽ അവസാനം നമ്മൾ കണ്ണു തുറിക്കേണ്ടി വരും. ഷെയ്ത്താൻ കൈമലർത്തും. കാരണം ഷെയ്ത്താൻ ഇതൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാ. ആദ്യം പറഞ്ഞിട്ട് നമ്മൾക്ക് കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒന്നും പിന്നാലെ പോയിട്ട് നിങ്ങൾ കുടുങ്ങണ്ട. ഇനിയും നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ പോവുകയാണെച്ചെങ്കിൽ ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന, ആ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. വമാ യഅദുഹുമു ശൈത്താനു, ശൈത്താന്റെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് അത് വഞ്ചന മാത്രമാണ്. കാരണം ശൈത്താൻ ഒരിക്കലും നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയില്ല. നേരെ ചൊവ്വേ വന്നിട്ട് ഞാൻ അള്ളാഹുവിന്റെ ശത്രുവാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ കൂടണമെന്ന് ഒരു ശൈത്താനും ഒരാളോടും പറയില്ല. എല്ലാ ശൈത്താനുമാരും പറയാൻ ഞങ്ങൾ ദൈവത്തിന്റെ ആളുകളാണെന്നാണ്, അള്ളാഹുവിന്റെ ആളുകളാണ്, ആദമിന്റെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് ആദമിനെ വന്ന് പിഴപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മളെ രക്ഷിക്കാനാണ്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോവാനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടിംവല, ഈ മാല, മൗലീദ്, കുത്തുബിയത്ത്, റാത്തിബുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ്, അങ്ങനെയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ശൈത്താൻ എന്ന് പറയുന്നത്. നേരിട്ട് പറയുകയാണെച്ചെങ്കിൽ നമുക്കിത് വേണ്ടെന്ന് പറയാം. പക്ഷെ നേരിട്ടല്ല പറയാം, നിങ്ങളെ ഒന്നും കൂടി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അതിനെ വഞ്ചന എന്ന് പറയുന്നത്. ഒരു ശൈത്താന്റെ പരിപാടികൾ മുഴുവൻ വഞ്ചനയാണ്. നേര് പറയാന്ന് പറയുന്നത് ആ ചെങ്ങാടെ പരിപാടിയിലുള്ളതല്ല. ഉലായിക മഅ്വാഹും ജഹന്നം, അവരുടെ മഅ്വാഹു, അവരുടെ അഭയകേന്ദ്രം, അവര് അഭയം പ്രാപിക്കാൻ പോകുന്നത് അതേ അവർക്ക് അഭയമായിട്ടുണ്ടാവുകയുള്ളൂ. അത് അഭയം എന്നല്ല, അത് ഭയമാണ്. അഭയം എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ അവർക്കില്ല. വലാ യജ്ദൂന അൻഹ മഈസ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മരണത്തിന് ശേഷം, അതിന്റെ മുമ്പ് എന്തെങ്കിലും ചെയ്തെങ്കിൽ ചെയ്തു എന്നല്ലാതെ ഈ മരണത്തിന് ശേഷം ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇനി തുറക്കാനും പോണില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ മൊത്തം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്. ഒരാൾക്കും ഷിർക്ക് ഇവിടെ ജീവിക്കാൻ നിർബന്ധമല്ല. അതൊരു ബലഹീനതയോ അല്ല, അതൊരു അന്തക്കേടാണ്.
ആ അന്തക്കേടിൽ നിന്ന് മാറിക്കുക. നമ്മൾ സ്വയം ചോദിക്കുക, അള്ളയും റസൂലും പഠിപ്പിച്ചത് എവിടെ? നിങ്ങൾ മൗലൂദ് ചെല്ലാൻ പറയുമ്പോൾ റാത്തിബ് എല്ലാം ചോദിക്കുമ്പോൾ പറയും ആ റസൂല് പഠിപ്പിച്ച റാത്തിബ് എവിടെ? റസൂല് പഠിപ്പിച്ച മൗലൂദ് എവിടെ? റസൂല് പഠിച്ച കുത്തുബിയത്ത് എവിടെ? നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ? ഇത് റസൂല് പഠിപ്പിച്ചതാണോ? 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഈ വന്ന സാധനങ്ങൾ എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിൻ്റെ ചര്യാവുക? നമുക്ക് ഏത് മെയിലിയരോടും ധൈര്യമായിട്ട് കയറിയിരുന്ന് ചോദിക്കാം. ഇതിൽ നിങ്ങൾ റസൂലിൻ്റെ കാലത്തുള്ളൊരു മൗലൂദ് നിങ്ങൾ എടുത്തന്നേ. എത്ര മൗലൂദുകളുണ്ട് ഇവിടെ, എത്ര മാലകളുണ്ട്, എത്ര പാട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടച്ചിട്ട് ഇവർക്ക് ഈ കോഴിയും പത്തിരിയൊക്കെ ചമച്ചിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ തലക്കകത്ത് എന്തെങ്കിലും ചോദിച്ചൂടെ? ഇത് റസൂല് പാടിയ മൗലൂദ് എവിടെ? ഇതിൽ സഹാബത്ത് പാടിയ മൗലൂദ് എവിടെ? താബിയകൾ പാടിയതെവരെ, തബഉത്താബികൾ പാടിയതെവിടെ? നമ്മുടെ ഇമാമുകൾ പാടിയതെവിടെ? നമ്മുടെ മുഹദ്ദിസീങ്ങൾ പാടിയതെവിടെ? ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഒരു 400 കൊല്ലം 500 കൊല്ലത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു കുന്തം അവരുടെ കയ്യിലില്ല. അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഈ ദീന് എന്നിട്ട് മഹലിലുള്ള ചെലവും കാശും വണ്ടിയും വലയും ഏസിയും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ദീൻ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഇതിൻ്റെ പിന്നാലെ. അതായത് നമ്മളെ കൃത്യമായും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വഴിയിലാണ്. ഇത് നമുക്ക് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഖുർആൻ വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഏതെങ്കിലും കിതാബ് നോക്കി പറയുന്നതല്ല. ഇത് ഖുർആൻ നമ്മളോട് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നാ. നമ്മളിത് നോക്കിയില്ല കേട്ടില്ല എന്നുള്ളത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. ഇത് കേട്ടിട്ടും ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ എണിച്ചെങ്കിൽ ഉറപ്പിച്ചോളി നരകം അവിടേക്ക് തന്നെ നമ്മൾ പോകുള്ളൂ എന്നുള്ളത്. വേണമെങ്കിൽ മരണത്തിൻ്റെ മുൻപേ ആർക്കെങ്കിലുമൊക്കെ ചാടി രക്ഷപ്പെടാൻ അതിൻ്റെ അവസരമുണ്ട്. ജീവിതം ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെ അവസരം ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു അത് അടക്കുന്നതിൻ്റെ മുമ്പേ നമ്മളെല്ലാവരെയും അള്ളാഹു ഷിർക്കിൻ്റെ എല്ലാ വലകളിൽ നിന്നും, അള്ളാഹു ഈ ശൈത്താൻ്റെ എല്ലാ വലകളിൽ നിന്നും നമ്മളെ അള്ളാഹു മോചിപ്പിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.